വിവോ അവരുടെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുതുതായി അവതരിപ്പിച്ച ഒരു ഫോണാണ് വിവോ Y20g എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വിവോയുടെ പുതിയ ഫോണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ അവതരിപ്പിച്ച ഒരു ഫോണാണ് വിവോ Y20g. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ നമുക്കിതിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം 5 ഹോൾ ഡിസ്പ്ലേ ആണ് എല്ലാ കമ്പനിക്കാരും ഓഫർ ചെയ്യുന്നത്. ഇതൊരു പഴയ മോഡലാണ് ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ ഫോൺ കൂടി ആയതുകൊണ്ട് ഇതൊരു വിഷയമല്ല എന്ന് വേണേൽ പറയാം. 20:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് റേഷ്യോയിൽ ആണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 192 ഗ്രാമാണ്. തിക്നെസ് 8.41 mm ആണ്. 2 കളർ വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫോൺ ഇപ്പം ലഭിക്കുന്നത്. ഒബ്സീഡിയം ബ്ലാക്കും പ്യൂരിസ്റ്റ് ബ്ലൂ, അങ്ങനത്തെ 2 കളറിലാണ്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് ഈ പ്രൊസസ്സർ വലിയ വിഷയമല്ല. പക്ഷേ ഓൺലൈൻ ഫോണിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലും നല്ല പ്രൊസസ്സർ വരുന്ന ഫോണുകൾ നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങളുടെ ഉദ്ദേശം ബെസ്റ്റ് പെർഫോമൻസും ഗെയിമിങ്ങും ആണെങ്കിൽ ഈ ഫോണിനെക്കാട്ടിലും നല്ലത് ഓൺലൈനിൽ വേറെ ഫോണുകൾ നോക്കുന്നതായിരിക്കും. ഇത് 6GB 128GB വേരിയൻ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്ന് പറയുന്ന ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേർച്ചറിലുള്ള മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ 2.4 അപ്പേർച്ചറിലുള്ള മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ 2.4 അപ്പേർച്ചറിലുള്ള ഡെപ്ത് സെൻസറുമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ ഇപ്പം വരുന്നത്. 1.8 അപ്പേർച്ചറിലുള്ള സെൽഫി ക്യാമറയാണ്. 5000 mAh നല്ലൊരു ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 14,990 രൂപയാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണെന്ന് കൂടി നിങ്ങൾ ഫോൺ വാങ്ങുന്നതിന് മുമ്പേ കൺസിഡർ ചെയ്യണം. ഓൺലൈനിലും നല്ല മികച്ച പെർഫോമൻസും കാര്യങ്ങളും തരുന്ന ഫോണുണ്ട്, അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നാവുമായിരുന്നു. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല, അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു സ്പെക്കൊക്കെ വരുന്ന ഒരു നല്ല ഫോണാണെന്ന് വേണേൽ പറയാൻ കഴിയും. അപ്പോൾ ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.